മന്ത്രി ഒരിക്കൽ കൂടി ഉണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് നിയന്ത്രണ വിധേയമായിട്ട് തോന്നുന്നുണ്ട് മിനിസ്റ്റർ. പക്ഷേ ഈ നഗരത്തിൽ ബീച്ചിലുള്ള ഫയർ സ്റ്റേഷനൊക്കെ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം ഉദ്യോഗസ്ഥരൊക്കെ കുറച്ചു. അപ്പോൾ നഗരത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് നിന്ന് കെടുത്തേണ്ടുന്ന ഒരു അവസ്ഥയാണല്ലോ. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ പ്രശ്നം എന്താണ്? നമുക്ക് ഈ തീയണക്കാണ്. തീയണച്ച് സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് വിശദമായി സഭയുമെടുത്ത് ചർച്ച ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ്, ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസും ഫയർഫോഴ്സും മറ്റ് സേനാംഗങ്ങളും എല്ലാം തന്നെ ഇവിടെ ഈ ദൗത്യത്തിൽ അവരുടെ പരമാവധി കഴിവ് ഉപയോഗിച്ച് ഏർപ്പെടുന്ന വളരെ നല്ല ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ വലിയ റിസ്ക് എടുത്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സഹായകമായ നിലപാടാണ് ഇപ്പം നമ്മൾ സ്വീകരിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടപോലെ നമ്മളെല്ലാവരും ഇവിടെയുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല.